സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നത്തെ റെഡ് അലർട്ട് എല്ലാം പിൻവലിച്ചു. മുന്നറിയിപ്പുകൾ പിൻവലിക്കും വരെ മലയോര വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രാ വിലക്ക് തുടരും. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ മഴ തുടരും, പക്ഷേ അപകടം എന്നുള്ള ആശങ്കയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ശക്തമായ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിരുന്നതാണ്. ആ റെഡ് അലേർട്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. ആ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരും. അങ്ങനെയെങ്കിൽ ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെയും മറ്റന്നാളും 2 ജില്ലകളിൽ വീതം റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലും മറ്റന്നാൾ ഇടുക്കി, പാലക്കാട് ജില്ലകളിലും റെഡ് അലർട്ട് ഉണ്ട്. അടുത്ത 3 ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ 2 ചക്രവാത ചുഴികളാണ് ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണം. പ്രധാനമായും വടക്കൻ കേരളത്തിന് സമീപമുള്ള ചക്രവാത ചുഴി, തെക്കൻ തമിഴ്നാടിന് തീരത്തുള്ള ചക്രവാത ചുഴി. ചുഴികളുടെ സ്വാധീനം കുറഞ്ഞാൽ സംസ്ഥാനത്ത് മഴ ശമിക്കും. അതിനുശേഷം മെയ് 31 കാലവർഷം എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഒരു ഇടവേള ഇതിനുള്ളിൽ കിട്ടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.